പ്രശ്നം. എന്റെ വോട്ടർ ലിസ്റ്റ് എങ്ങനെ അറിയാം? എന്റെ വോട്ട് ശരിക്കും 3-ലല്ലേ? പുതിയ വോട്ടർ ലിസ്റ്റില് എന്റെ വോട്ട് 7-ല്. അതെങ്ങനെ വന്ന്? ഞാനും ഭാര്യ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്. അതെ. എന്റെ ഭാര്യയുടെ വോട്ട് 10-ാം വാർഡില്. അത് മാത്രമല്ല 2 മക്കൾക്ക് വോട്ടില്ല. എന്റെ കാര്യം അറിയങ്ങള്, എന്റെ അച്ഛനും അമ്മ ഇല്ലാലോ, മരിച്ചു ഇല്ലേ, ഓലിക്ക് 2 പ്രാവശ്യം വോട്ടുണ്ട്. പോരാ ഒന്നും പറയണ്ട. എന്തോരം വല്ലാത്തൊരു ചിരിയൊക്കെ വെറുതെ ഒരു സ്ഥാപനമാകുമ്പോഴേ മാനം മര്യാദ നടത്തണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആൾക്കാർ കയറൂല. കുഴപ്പം എന്താണ്ടായി? കുഴപ്പം എന്താണ്ടായത്? നിങ്ങളെ ചിരിയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. ഇളക്കി ചിരിക്ക സുഖത. കൊറേ കാലമായി ഞാൻ ബൈക്ക് നടക്കാൻ തുടങ്ങിയിട്ടും പീടിയയിൽ വരാൻ തുടങ്ങിയിട്ടും ഒരു ഇളിഞ്ഞ ചിരിയൊന്നും ഞാൻ കണ്ടില്ല. നാളെ മക്കളാക്കി ചിരിക്കരുത്, അത്രേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളെ കളിയാക്കി ചിരിച്ചല്ല, ഞങ്ങള് രാഘവേട്ടന്റെ കാര്യം പറഞ്ഞു ചിരിച്ചല്ലേ. രാഘവേട്ടൻ എന്തേ? രാഘവേട്ടന്റെ അച്ഛൻ മതം മാറി. രാഘവേട്ടന്റെ അച്ഛൻ മതം മാറിയെന്ന്. നാരായണൻകുട്ടിയാരോ? എന്തിനത്? നാരായണൻകുട്ടിയാര് മതം മാറിയിട്ട് ഇപ്പൊ അലിയാരുകുട്ടിയായി. നമ്മളിലേക്ക് വന്നു. വോട്ടർ പട്ടികയിലാന്ന്. ശരി, അതിന്റെ തമാശ എനിക്ക്. 3-ാം വാർഡിലുള്ള എന്നെ പിടിച്ചിട്ട് 7-ാം വാർഡിലാക്കി. എന്നെ അതേ 3-ാം വാർഡിൽ നിന്ന് മാറ്റി. അന്നെ മാറ്റിയോ? പിന്നെ ഈ രാഘവേട്ടന്റെ അച്ഛൻ അലിയാരായി പറഞ്ഞില്ല, അതുപോലെ എന്റെ കദീസു സുമതി അയക്കണം. എന്തെത്താ പെരക്കൊണ്ട് കാട്ടുക. എന്റെ അച്ഛനും അമ്മയും മരിച്ചുവല്ലോ, ഓലിക്ക് ഇപ്രാവശ്യം വോട്ടർ പട്ടികയിൽ വോട്ടും ഉണ്ട്. 2 അനക്കുണ്ടോ? എനക്ക് വോട്ടില്ല. എന്റെ സങ്കടം അതല്ലെന്നേ, 3-ാം വാർഡിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം 3-ാം വാർഡിൽ ഇപ്പൊ കൊല്ലം പോയിട്ട് 7-ാം വാർഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യ. എന്തപ്പം നമ്മള് ചെയ്യാ? എന്തെങ്കിലും കാട്ടണോ? നമ്മുടെ വോട്ട് അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കൊണ്ട് വോട്ട് എടുക്കാൻ പറ്റുമോ? അല്ല, ഈ വോട്ടർ സ്റ്റേറ്റിലൊക്കെ ഇമ്മാതിരി തോന്നിയ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ ചെയ്യപ്പോ? അല്ല, എന്തേലും കാട്ടണല്ലോ. അതിനു മുമ്പ് എനിക്ക് നമ്മളെ പ്യാരിനൊന്ന് കാണാണ്ട്. ഒങ്ങടാളാ? എന്റെ ആളോ? ഉണ്ടാക്കി ഇക്കുമ്പത്തൊന്നും അറിയില്ല. നിങ്ങൾക്ക് പണി ഞാൻ പശുമാല് കൊടുക്കും. അവനെ കാണട്ടെ, വൈലിങ്ങനെ അറിഞ്ഞോളും കാര്യം. അവനെ കണ്ടിട്ട് തരാം. വരാനുണ്ടാവുമായിരിക്കും 5. രാഘവട്ടം മറ്റേ ശീതളിന്റെ അഞ്ഞത്ത് കാര്യമല്ലോ, അതുപോലെ മൂപ്പരും പ്യാരിന്റെ അഞ്ഞത്ത് കാര്യം പോവാ. അഞ്ഞത്ത് കയറിട്ട് എന്തായാലും നമ്മക്ക് ഇവിടെ വോട്ടില്ലല്ലോ. കൊണ്ടുകൈ കണ്ട റോഡ് നന്നാക്കാൻ പറഞ്ഞ ആളെ എങ്ങനെയാ ഭരിക്കുന്നത്? എടാ, പോണവരോടൊക്കെ വിളിച്ചു പറയടാ. വിളിച്ചു പറയാലേന്ന്. ആ വണ്ടിക്കാരോടൊക്കെ പറ. ഒരാള് വരുന്നുണ്ട്. പറഞ്ഞു. ഇതോ ദാടൊക്കെ ഷൂവല്ലൂര് മൊത്തം കൊണ്ടും പോകാൻ പറ്റില്ലേ? അയ്യോ അനീഫ്ക എവിടെ പോയാണ്? അതെ, ആ ഷൂ ഊരിട്ടയിലേ നടക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്ന. വേറെ എങ്ങനെ പോകും? ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലോട്ട് അയാൾ ഇവിടെ ഭരിച്ചതാണ് ജയിച്ചിട്ട്. നോക്കി പോട്ടെ ചേട്ടാ, കല്ലും ഇതൊക്കെയാണ്, മറിഞ്ഞും കെട്ടി വീഴും. ഇതാണ് നമ്മുടെ അവസ്ഥ. എടാ സുരേഷ്, ഇതാണ് അവസ്ഥ. മെയിൻ റോഡല്ലേ ഇത്? 5 കൊല്ലമായി ശീതളിന് ഇവിടെ ജയിച്ച് മെമ്പറായേക്കണ്. ഈ റോഡിന് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവനാണ് പിന്നെ വോട്ട് ചോദിച്ചു വരണം. ദയവ് ചെയ്തിട്ട് ഇതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ. നമുക്കൊരു മാറ്റം വേണം. ഞാനും മത്സരിക്കുന്നുണ്ട്, അപ്പൊ വോട്ട് എനിക്ക് ചെയ്യണം. സൂക്ഷിച്ചു പോണം. ഇത് കണ്ട, നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളാണ് അയാള്. തുണിയും പൊക്കി പിടിച്ചാ പോണത്. ഈ അവസ്ഥ നമുക്ക് മാറ്റണം ഇവിടെ. നമ്മുടെ ചിഹ്നം മറക്കണ്ട. ഈ വളവിന്റെ എവിടെയാണ്? കേട്ടന്റെ അവിടെ വളവിന്റെ അവിടെ അറിഞ്ഞൂടെ? കൊറേ നേരെ തുടങ്ങിട്ടെന്നാ പറഞ്ഞേ. വരുന്നവരോട് പോറതോടൊക്കെ ഇടത്ത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അലമ്പാവും കേട്ടോ. കണ്ണി കണ്ടൊക്കെ പറയാം. എന്താ ചെയ്യത്? അനീഫിക്ക, നമ്മുടെ ഈ വാർഡിന്റെ അവസ്ഥ മുഴുവൻ ആളുകളോടും ചെന്ന് പറയണം. ഇത് നമുക്ക് മാറ്റിയെടുക്കണം. എല്ലാ അനുഗ്രഹവും വേണം. തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. നാടിന്റെ അവസ്ഥ പരിതാപകരമാണ്. ജയിക്കണം. ഇതൊക്കെ മാറും. വാർഡ് 3 ഇല്ല, എന്റെ 4 പോയ നടത്ത്. ഞങ്ങൾ വന്ന് കണ്ടോളാം. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട്. ഓക്കെ, 4-ാം വാർഡിൽ നമുക്ക് എന്തുകൊണ്ട് വെറുതെ വായുശക്തി കളഞ്ഞല്ല മനുഷ്യന്റെ. കേറിപ്പോട്ടെ. കാണിച്ചു വെച്ചേക്കാണ്. ഇവരായിരുന്നു ഇവിടെ കഴിഞ്ഞ വാർഡ് മെമ്പറാണ് നിക്കണത്. ഇതാണ് അവസ്ഥ. പിന്നെ ഇളിച്ചുകൊണ്ട് വന്നേക്കാണ്. അനുഗ്രഹിക്കണേ. അതൊക്കെ നമ്മുടെ പാർട്ടി. അത് മനസ്സിലായി. ആ കളിയൊന്നും അവിടെ നടക്കില്ല.
എന്റെ പൊന്നു മോനെ വെള്ളയൊക്കെ ഇട്ട് ഇതില് വരല്ലേ ഇത് ഇവരുടെ സംഭാവനയാണിത്. ശരി മോനെ. നോക്കിപ്പോണം, വേറെ വഴിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എടാ കുട്ടി മോനെ നോക്കി, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ്. നീ ഇവിടെ കിടന്ന് അങ്ങനെ തളച്ചിട്ടും കാര്യമില്ല കേട്ടോളി. അതെ, നമ്മള് വർക്ക് ചെയ്തോട്ടെ. നിങ്ങളുടെ നിങ്ങൾ വോട്ട് പിടിച്ചോ. 5 വർഷം കിടന്ന് ഭരിച്ചിട്ട് എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ റോഡ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് ടാറിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ്. അത് ശരിയാ, ടാറിട്ടതിന്റെ 5 കൊല്ലം കഴിയപ്പോൾ ഒരു കംപ്ലൈന്റ് അത് ഞങ്ങൾ തീർക്കും. ചില സ്ഥലത്തുള്ളത് മഴ ഒന്നും മാറ്റം തീർക്കും. അല്ല കുട്ടി ഇതാ നോക്കി, നിങ്ങൾ ഈ കാണിക്കണ കളിയാക്കലൊക്കെ ഉണ്ടല്ലോ തോൽക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കി. ആരുടെ കൈകാലം പിടിച്ചിട്ട് കാര്യമില്ല. അവരെന്താന്നുള്ളത് അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പുല്ലാണ് ആ കയ്യിൽ പിടിച്ച. അപ്പൊ എന്തെങ്കിലും പറഞ്ഞോ കുഴപ്പമില്ല, കളയണ്ട, എടുത്ത് കൈ പിടിക്കേ. അതെ, നമുക്ക് ആ വർത്താനം പറയാൻ ഉണ്ണി ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത ഇലക്ഷനായല്ല, ഞാൻ മത്സരിക്കുന്നുണ്ട്. എനിക്കറിയാലോ. ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. കഴിഞ്ഞ 5 വർഷം ഭരണത്തിന്റെ അവസ്ഥ ഇതാണ്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കേനി. അതെ അതെ, അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുഴുവൻ ഈ കഷ്ടത അനുഭവിച്ചിട്ടാണ് ഇതിലൂടെ പോണത്. മനസ്സിലായ? അവർക്കത് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അത് മനഃപൂർവ്വം. ഈ സൈഡിൽ നമ്മുടെ ആളുകളല്ലേ താമസിക്കുന്നത്. അതുകൊണ്ടാണ് കാലം അല്ലേ ഈ ഭരിച്ച കാലത്ത് എന്തേലും കാലത്ത് നമ്മളിത് പറഞ്ഞല്ലേ ഉള്ളൂ. സ്ഥലം ഈ ഭരിക്കുന്ന കാലത്ത് മഴവെള്ളം വന്നാൽ ഇങ്ങനെ തന്നെയാണ് റോഡ്. കാര്യങ്ങൾ അറിയാതെ പറയല്ലേ മൊയ്തു. നമ്മളുള്ളപ്പോ 2 സൈഡിൽ നിന്നും സ്ഥലം എടുത്ത് ഈ റോഡിനുള്ള പദ്ധതി പൂർത്തീകരിച്ചപ്പോ കഴിഞ്ഞ 6 കൊല്ലായിട്ട് കിടക്കണ കിടത്താണ് റോഡ്. ഈ റോഡ് കണ്ടിട്ട് ഈ ആരോട് വോട്ട് ചോദിക്കട്ടെ മോനെ. ഇവര് നാശാക്കി പോയതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പതാരാ ഭരിക്കണേ? കേക്കി ഇതപ്പൊ ഈ കാണുന്ന റോഡില്ലേ, ഈ കാണുന്ന റോഡ് ഈ നിലയ്ക്ക് ആവാനുള്ള കാരണം എന്താണ്? ഇവര് പണിതിട്ട പോയ പണി അങ്ങനെയായിരുന്നു. നന്നാക്കി അതിന്റെ മുകളിൽ കൂടെ ആ കോൺട്രാക്ടർ ഇവരുടെ ആൾക്കാർ ആനകെട്ടപ്പോ ചെളി തെറിക്കാണ്. എന്തെത്തണ്ട കാണിക്കണോ ഈ ആൾക്കാരാണ് ഒരു ഭാഗത്ത് അടങ്ങിക്ക്. പഴയ മെമ്പറാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ മനസ്സിലാക്കി അവൻ ജയിക്കില്ലാന്ന്. ഇതാ നോക്കി അതിന്റെ മോള് വൃത്തികേട് കാണിച്ചു വെച്ചാൽ അവനാണ് അത് ചോദിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ, അന്നൊന്ന് കാണാൻ നിൽക്കാൻ ഞാൻ. അതെ, അനുഗ്രഹത്തിന്റെ അല്ല, അവനവിടെ നിന്നോട്ടെ. എന്റെ പെരന്റെ മതിലിന്റെ മേലേക്ക് എന്തിനാ എന്റെ പരസ്യം വെച്ചേ? അല്ല വിജയിപ്പിക്കണെന്ന്. അല്ല മൊയ്തൂക്ക, നമ്മള് തമ്മിലുള്ള ബന്ധത്തില് എന്ത് വന്ന എന്റെ ഉമ്മ എന്നെ പറ്റിയ അല്ല. കഴിഞ്ഞ കൊല്ലം തോറ്റപ്പോഴും ഞാൻ അതും എഴുതിയിട്ടുണ്ടായില്ല മത്സരിച്ച. അപ്പൊ മൊയ്തൂക്ക നമ്മുടെ ആളെന്നുള്ള നിലയിൽ ഒന്ന് ചോദിക്കണ്ടേ? ഇവൻ എന്നോട് പറഞ്ഞു, മൊയ്തൂക്കാനോട് പറഞ്ഞിട്ടാണ് എന്നോട് ഞാൻ വൃത്തിക്ക് എഴുതിക്കോളാം. അത് കഴിയുമ്പോ മതിലിന്റെ മുകളിൽ അല്ല ഇവര് എഴുതിയത് മാറ്റേ. ചുരുക്കത്തിൽ ഇപ്പൊ നിങ്ങള് 2 കൂട്ടർ എഴുതണ്ട. ഞാൻ ഒരു ജ്വല്ലറിക്കാർക്ക് കൊടുത്തിക്കണ് പരസ്യത്തിന്. എനിക്ക് കായ് തരും, എന്തെങ്കിലും എനിക്ക് കിട്ടണ ആയിക്കോട്ടെ. നിങ്ങൾ നോക്കി, അത് നിങ്ങൾക്ക് 10 പൈസ കിട്ടുന്ന കാര്യമാണോ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് മതി. നിങ്ങൾ വിജയിക്കണം. എന്റെ പ്രാർത്ഥന അത് മാത്രമാണ്. ഞാൻ വിജയിക്കല. നിങ്ങൾക്കൊരു ഒരു ഗതിയും എനിക്ക് വോട്ട് തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കഴിയൂല. അതെന്താണ്? എന്താ എനിക്ക് പ്രാവശ്യം വോട്ട് ചെയ്യാൻ പാടില്ലാണ്. വോട്ടർ ലിസ്റ്റിൽ അങ്ങനെയാ വന്നിട്ടേ. അവിടുത്തെ സരോജനിക്കാണ് ഞാൻ വോട്ട് എടുക്കാൻ പോണേ. അനക്കുമല്ല ഒന്നുമല്ല പോരെ. അന്നോ മാറി അന്നോട് മാറി. ഇന്ന് വൈകുന്നേരം വന്നിട്ട് അത് വായിക്കണം. അപ്പൊ താനായി കണ്ടോ? ഈ റോഡൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾക്ക് 2 മനുഷ്യന്മാർക്കൊക്കെ ബോധം വന്ന് ഒരാളും നിങ്ങൾക്ക് വോട്ടില്ല. ഇനി നീയൊക്കെ അവിടുന്ന് വെള്ളം തെറിപ്പിക്കാണ് നീ. നോക്കി നിങ്ങളുടെ കുടുംബക്കാരില്ലേ നമ്മുടെ 3-ാം വാർഡില്, അവരോട് പറയാ എനിക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി. ഈ തെണ്ടികൾക്ക് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോളാം. എനിക്ക് കിട്ടല്ലോ കള്ളനായിനോട്. എത്രയും പറ്റും വാങ്ങിയിട്ടുള്ളൂ. അല്ല, വെള്ളിയാഴ്ച പള്ളി പോണ്ട മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മേലൊക്കെ അവൻ ചളി തെറിപ്പിച്ചേ. കള്ളനായി. അവനൊന്ന് കോണം പിടിക്കൂല എന്ന് പറഞ്ഞാല് അതല്ലേ വീണ്ടും എന്തൊക്കെ അടങ്ങാറാണ്.
സെക്രട്ടറി ഇല്ലാണ്ട് കൂലി സെക്രട്ടറി ഉണ്ടോ ഉണ്ടോ ആ മാഡം എന്താ അല്ല അവിടെ നോക്കുമ്പോ സ്റ്റാഫുകളൊന്നും പലരും ഇല്ലേ? അവര് അദാലത്തിന് പോയിരിക്കാം. അല്ല ഞാൻ പല സമരം എന്തെങ്കിലും ഞങ്ങൾ വേറൊരു കാര്യം അറിയാൻ വേണ്ടി വന്ന. അതെ, ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ പൊയ്ക്കോ, ഇവിടെ സമയമല്ല. എന്നാ ഓരോരുത്തരായിട്ട് എന്താ കൂട്ടം കൂടിയിട്ട് ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ ഒരു പഞ്ചായത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നാ ഞങ്ങൾ മൂന്നാൾ കൂടെ ഒരു വാർഡിലുള്ളവരാണ് ഞങ്ങൾ മൂന്നാൾ. ആ ഞാന് 3-ാം വാർഡിലെ വോട്ടറാണ് ഞാൻ. ആ പക്ഷെ ഇപ്പൊ വോട്ടർ ലിസ്റ്റ് വന്നപ്പോ എന്റെ വാർഡ് 7-ഉം ഭാര്യയുടെ വാർഡ് 10-ഉമായി. ആ മക്കളുടെ പേരും ഇല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ. ഞാനും ഇതേ വാർഡിലാണ് 3-ലാണ്. ഇപ്പൊ ഞാൻ 7-ലാ വന്നിക്കണേ. എന്റെ ഭാര്യ കദീസും അപ്പൊ സുമതി അയക്കണം. എന്റെ അച്ഛൻ നാരായണൻകുട്ടിയാണ്. അതിൽ വന്നത് അരിയാറുകുട്ടി എന്നാണ്. വാർഡും തെറ്റ്, ബൂത്തും തെറ്റ്. അല്ല, അതിപ്പോ എന്താന്നറിയാമോ, ഈ വാർഡുകളുടെ എണ്ണം കൂട്ടിയില്ലോ, പഞ്ചായത്തില് വാർഡുകളുടെ എണ്ണം കൂട്ടി. ഇപ്പൊ മുനിസിപ്പാലിറ്റിയില് ചില മുനിസിപ്പാലിറ്റി 32 ആയിരുന്നത് 35-ലേക്കായി. അപ്പൊ എന്താ വെച്ചാൽ ഈ ഉള്ള വോട്ടർമാരെയല്ലേ വിഭജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പുതിയ വാർഡിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് ഇതിപ്പോ മാറ്റാണ്ട വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വാർഡ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 18 വാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് 19-ലേക്കോ 20-ലേക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് ഇട്ടപ്പോ വന്നെന്തോ ഒരു തെറ്റായിരിക്കും. അല്ല ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും അറിയേണ്ട ആവശ്യമില്ലേ. നമ്മളിപ്പോ അത് ഒരു 3-ാം വാർഡിലെ വോട്ടർ എന്നുള്ളതിലേക്ക് നമുക്ക് 3-ാം വാർഡിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനും പഴയ ആൾക്കാരുടെ പേരൊക്കെ അതുപോലെ വരാനും എന്തോ ഒരു വഴി അതറിയാനാ വന്ന്. അതെന്താന്നറിയാമോ, ആ നടപടി ERO എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതാരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അതാരാ? അത് ഞാൻ. സെക്രട്ടറി? അതും ഞാൻ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ ERO ആരാ? EROയുടെ ചുമതല എനിക്കാണ്. അത് ശരി. ഞങ്ങള് 3 ആളും 3-ാം വാർഡിലായിരുന്നു. ആ ഇപ്പൊ പല വാർഡിലായി പോയി. ഞങ്ങൾക്ക് 3-ാം വാർഡിലാക്കി തരണം ഞങ്ങളെ, മൂന്നാളെ ഞങ്ങളുടെ വീട്ടുകാർ. അതാ വേണ്ടി. ഞാനൊരു പച്ചമഷി കൊണ്ട് ഇത് വെട്ടി എഴുതി തന്നോ നിങ്ങൾക്ക് പറ്റുമോ? വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലല്ലോ. അല്ല പിന്നെ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? നമുക്ക് കാര്യം നടക്കണല്ലോ. വോട്ട് ചെയ്യണം. ഇത് എന്തൊരു കഷ്ടാന്ന് നോക്ക്. അതെ, ഈ പോളിംഗ് ബൂത്ത് പ്രകാരം വോട്ടർമാരെ ക്രമീകരിച്ചപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തെറ്റിപ്പോയി. പറ്റിപ്പോയി. അത് തിരുത്തണ്ടേ? അത് തിരുത്തണ്ടേന്ന് പറഞ്ഞാൽ ഈ മേൽവിലാസവും പേരും ഒക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2281ഓളം അപേക്ഷ വന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവില്. അപ്പൊ ഇതൊക്കെ തിരുത്താനുള്ളതാണ് ഇതുപോലെ തെറ്റിയിട്ട്. ഇതൊക്കെ എന്തിനപ്പൊ ഞങ്ങൾ അറിയണെന്ന്? നിങ്ങൾ അറിയണം. സകല രാഷ്ട്രീയക്കാരും കൂടി അങ്ങോട്ട് ആവേശത്തിൽ ഇറങ്ങിയിരിക്കല്ലേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആൾക്കാരാണ് പുതിയ വോട്ടർ പട്ടികയിൽ വരാൻ പോകുന്നത്. ഓരോ പാർട്ടിയിലെ ആൾക്കാരൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യാ. ഞങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ എന്താ വെച്ചാല് നിങ്ങളിപ്പോ എന്തായാലും അതിന് അപേക്ഷ കൊടുത്തല്ലോ, ഹിയറിങ്ങിന് വിളിക്കും, തെളിവ് സഹിതം കൊണ്ടുവരിക. അപ്പൊ ഹിയറിങ് കഴിയുമ്പോ ഇതൊക്കെ ശരിയാക്കി നിങ്ങൾക്ക് തരും. സെക്രട്ടറി മേഡോ, ഇനിയിപ്പോ ഹിയറിങ്ങിന് വിളിച്ചാലും ഇത് നടപടിയാവില്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. എവിടുന്ന് നടപടിയാണ്? ഇനിയിപ്പോ നമ്മള് ഇനി ബന്ധില്ലെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ. റേഷൻ കാർഡ് കട്ട് ചെയ്യൊന്നും ഇല്ലല്ലോ നിങ്ങള് ഉണ്ടോ? ഞങ്ങളുടെ കറണ്ട് കട്ടിയൊന്നും ഇല്ലല്ലോ. കുടിവെള്ളം മുട്ടിക്കില്ല ഇല്ലല്ല. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഇതും ഈ വോട്ടർ പട്ടിക തമ്മിൽ എന്താ ബന്ധം? ബന്ധണ്ട്. നമ്മള് ഈ വോട്ട് ചെയ്യുന്ന ആർക്കും എഗ്രിമെന്റ് എഴുതി കൊടുത്തില്ല, നേർച്ച ഇട്ടിട്ടില്ല. ഇനിയിപ്പോ ശരിയായിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്തെന്ന് വിചാരിക്കുക, നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ വോട്ടർ ലിസ്റ്റ് ഇതിലും വലിയ കുഴപ്പമുണ്ടാവും. അത് നമുക്ക് ഉറപ്പാ. എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? എന്താ ഉറപ്പെന്നോ? ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഉള്ളിടത്തോളം കാലം ഇതും നടക്കും, ഇതിലപ്പുറം നടക്കും ഇവിടെ.